ക്ലയൻറ്റ് അശ്വതി നമ്മുടെ അടുത്ത് വന്നപ്പോൾ ചെറിയൊരു കുറേ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടാണ് നമുക്കൊരു പ്രോജക്റ്റ് തന്നത്. ഒരു ബ്യൂട്ടി സലൂൺ, യൂണിസെക്സ് സലൂണാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ചെറിയൊരു സ്പേസിൻ്റെ ഉള്ളിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരുത്തിക്കൊണ്ടാണ് ആൾ പറഞ്ഞിരുന്നത്. ആൻഡ് ഓൾസോ ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ മാക്സിമം ആളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ സ്റ്റൈലിൽ ആർട്ട് ഡെക്കോൻ്റെ ചെറിയൊരു ടച്ച് വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആർച്ച്ഡ് ആയിട്ടുള്ള മിറേഴ്സും ആർച്ച്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, ഹൈലൈറ്റ് എലമെൻറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വെർട്ടിക്കൽ ലൂവേഴ്സും കൊടുത്ത് ഒരു ആർട്ട് ഡെക്കോൻ്റെ ഒരു ടച്ച് കൊണ്ടുവന്ന്, എന്നാൽ തന്നെ കൂടുതൽ വർക്ക് ചെയ്യാതെ തന്നെ, അതായത് ഒരു മിനിമൽ കോൺസെപ്റ്റിൽ ആളുടെ ബഡ്ജറ്റ്, അതായത് ആൾ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ട് നമുക്കത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കിട്ടണം എന്നായിരുന്നു. അതായത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു കളർ പാലറ്റും അങ്ങനെ തന്നെയാണ്. ഒരു സേജ് ഗ്രീൻ, അതായത് ഒരു ഫ്രഷ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് സേജ് ഗ്രീൻ വൈറ്റ് കോംബോയിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു നല്ല ഒരു ട്രെൻഡി ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇരിങ്ങാലക്കുടയുള്ള ഒരു ജാക്കാഡ് സൊല്യൂഷൻസ്, ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭകൻ തന്നെയാണ്, തൊട്ടടുത്തുള്ളവരാണ്. വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തത് ജാക്കാഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് സ്ഥാപനം തന്നെയാണ്. ജസ്റ്റിനാണ് അതിൻ്റെ സംരംഭകൻ. ആൾ ആണ് ഇതൊക്കെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നത് ആളാണ്.